നമുക്ക് തിരുവചനത്തിൽ നിന്നും എബ്രായ ലേഖനം 11-ാം അധ്യായം അതിന്റെ 40-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. എബ്രായർ 11:40. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, തിരുവചനത്തിലൂടെ ഇന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ഞങ്ങളുടെ അകത്തുള്ള പ്രത്യാശയ്ക്കൊരു വർധന ഉണ്ടാകുകയും ക്രിസ്തു യേശുവിൽ ജയത്തോടെ നിൽപ്പാൻ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഭാഗ്യകരമായ പ്രത്യാശയിൽ ഒന്നുകൂടെ സമൃദ്ധിയുള്ളവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നാം വായിക്കുന്നു, അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ആരാണ് ഈ അവർ? എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായം മുതൽ വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു അവിടെ തുടങ്ങി പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക പരിശുദ്ധാത്മാവിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തുകയാണ്. അവർ ഈ ഭൂമിയിൽ അന്യരും പരദേശികളുമായിരുന്നു. അവർക്ക് ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളതിനെ സംബന്ധിച്ച് ബോധ്യം അവർക്ക് വന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അവർക്ക് വേണ്ടി ഒരു നഗരം ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ള ബോധ്യം അവർക്ക് വന്നു. അങ്ങനെ വിശ്വാസത്താൽ രാജ്യങ്ങളെ അടക്കി, വിശ്വാസത്താൽ അവർ പലതും നേടി. ചിലർ ആ വിശ്വാസത്തിന്റെ തീവ്രത നിമിത്തം നല്ലൊരു പുനരുത്ഥാനം ലഭിക്കേണ്ടതിന് ഉത്താരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. വിശ്വാസവീരന്മാരുടെ കഷ്ടതകളുടെ, അവരുടെ വിശ്വാസത്തിന്റെ ആ തീവ്രമായ നിലപാടുകൾ അതെല്ലാം അവരെ വ്യത്യസ്തരാക്കി. അവരിലുള്ള ദൈവത്തിന്റെ ആ ആത്മാവിന്റെ ശക്തി അവരെ അതിനൊക്കെ ഒരുക്കി. എന്നാൽ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, അവർ ഈ വിശ്വാസവീരന്മാർ നമ്മെ എന്ന് പറഞ്ഞാൽ ഇന്ന് ഈ വചനം കേൾക്കുന്ന നമ്മെ ഓരോരുത്തരെയും കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു എന്ന് പറഞ്ഞാൽ, ഇത്രയ്ക്കും വലിയ വിശ്വാസ വീരന്മാർ രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ നാമും കൂടെ അവരോടുകൂടെ ചെല്ലണം. അവർ നമ്മെ കൂടാതെ അവർക്ക് രക്ഷാപൂർത്തിയില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്, അപ്പോൾ നാമും കൂടെ ചെന്ന് കഴിയുമ്പോഴാണ് അവരുടെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് അവർ വരുന്നത്. ആമേൻ. അതിനുവേണ്ടി നമുക്ക് ദൈവം ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഏറ്റവും നല്ലത്. ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ഇന്ന് രക്ഷിക്കപ്പെട്ട ആളെ കുറിച്ചും കൂടിയാ പറയുന്നത്. ഇന്നലെ സ്നാനപ്പെട്ട ആളെ കൂടി ചേർത്ത പറഞ്ഞേക്കുന്നത്. ഏറ്റവും നല്ലത് മുൻകരുതിയിരുന്നു. അപ്പോൾ എന്തുവാണ് നമുക്ക് കരുതിയ ഏറ്റവും നല്ലത്? ദൈവവചനത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുമ്പോ അതാണ് ഏറ്റവും നല്ലത്. അതിലും വലിയൊരു നല്ലതില്ല, അല്ലെ? ദൈവവചനത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയുന്ന സംഗതിയാണ് ദൈവഭാഗം ഏറ്റവും നല്ലത്. അതിലും നല്ല വേറൊന്നുമില്ല. അപ്പോൾ ആ ഏറ്റവും നല്ലത് എന്തുവാ? നമുക്ക് കിട്ടിയ രക്ഷയാണ് ഏറ്റവും നല്ലത്. ആ രക്ഷയുടെ കാരണം എന്തുവാ? ആ രക്ഷയുടെ കാരണം സ്വർഗമഹിമകളെ വിട്ടി താണഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയുള്ള വീണ്ടെടുപ്പാണ് ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കൊടുത്തിയാട്ടെ. പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് ലഭിച്ചില്ല. എന്നാൽ കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി, ന്യായപ്രമാണത്തിന്റെ കീഴിൽ ജനിച്ചവനായി ദൈവപുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നു. തന്റെ ഏകയാഗത്താൽ മാനവരാശിയെ മുഴുവൻ രക്ഷിച്ച ആ കർത്താവിന്റെ വീണ്ടെടുപ്പിന്റെ ആ മരണം, ആ മരണത്തിലൂടെ അവിടെ ഒഴുക്കിയ രക്തത്തിലൂടെ രക്ഷ പ്രാപിപ്പാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഏറ്റവും നല്ലത് നമുക്ക് കിട്ടി. നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും യേശുവിന്റെ രക്തത്താൽ ഒരു കഴുക്കൽ ഹൃദയത്തിനകത്ത് ആമേൻ വാസ്തവമായി വിശ്വസിച്ച് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഏറ്റവും നല്ലതെന്ന് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ലഭ്യമായിരിക്കുകയാണ്. കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഏറ്റവും നല്ലതൊന്ന്, അവിടെ നാം എന്താ വായിക്കുന്നത്? ഏറ്റവും നല്ലതൊന്നു മുൻകരുതിയിരുന്നു. ഇപ്പോൾ കരുതിയതല്ലത്, ഇത് മുന്നമേ കരുതിയതാണ്. നിന്റെ രക്ഷ ദൈവം മുന്നമേ കരുതിയതാണ്. നമുക്ക് അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കരം കൊടുത്ത് പറയാം, നിങ്ങളുടെ രക്ഷ ദൈവമേ മുൻ കരുതിയതാണ്. ആ രക്ഷ എന്നാണ് കരുതിയത്? ലോകസ്ഥാപനത്തിനു മുമ്പേ യേശു ക്രിസ്തു അറുക്കപ്പെട്ട കുഞ്ഞാടായിരുന്നു. അപ്പോൾ ആമേൻ, അറുക്കപ്പെട്ട കുഞ്ഞാട് ലോകസ്ഥാപനത്തിനു മുമ്പേ ഉണ്ട്. ദൈവിക രക്ഷാപദ്ധതിയിൽ ദൈവപുത്രൻ അറുക്കപ്പെട്ട കുഞ്ഞാടായി തന്നെ ലോകസ്ഥാപനത്തിനു മുമ്പേ കർത്തന് പുറകിലുണ്ട്. കാലസമ്പൂർണത വന്നപ്പോൾ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. ആക്ഷരികമായി പാപ ജഡത്തിന്റെ സാദൃശ്യത്തിൽ ഈ ഭൂമിയിലേക്ക് അവൻ വന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകിയാൽ താനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി ഈ ഭൂമിയിലേക്ക് വന്നു. അറുക്കപ്പെട്ട ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട കുഞ്ഞാട്, നിത്യതയിൽ അറുക്കപ്പെട്ട കുഞ്ഞാട്, പ്രൈസ് ദി ലോർഡ്, കാലസമ്പൂർണതയിൽ കർത്തന് മുമ്പിലേക്ക് വന്നു. മനുഷ്യ ശരീരത്തിൽ വന്നു, പാപജടത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. ആദാമ്യ വർഗത്തിന്റെ പാപത്തെ ചുമന്നൊഴിയുവാൻ വേണ്ടി ഒരു ശരീരം ഏറ്റെടുത്തു വന്നു. ഒരു ശരീരം എനിക്കായി ഒരുക്കിയിരിക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞ പോലെ ഒരു ശരീരം എടുത്തു വന്നു. ആ ശരീരത്തിൽ പാപത്തെ ചുമന്നു, അതിക്രമങ്ങളെ ചുമന്നു, ശാപത്തെ ചുമന്നു. അത് മുറിവേറ്റു, ആക്ഷരികമായി മുറിവേറ്റു. ലോകസ്ഥാപനത്തിന് മുമ്പേ അവൻ അറുക്കപ്പെട്ടവനാ. എന്നാൽ ഈ ഭൂമിയിലേക്ക് അവൻ മനുഷ്യ ശരീരത്തിൽ വന്നു, ആക്ഷരികമായി മുറിവേറ്റു. അവന്റെ ശരീരം ഒഴിവുചാല് പോലെ കീറി, അവന്റെ മുഖം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തകർക്കപ്പെട്ടു. അങ്ങനെ ക്രൂശിൽ മരിച്ചത് മുഖാന്തരം ഒരു വീണ്ടെടുപ്പ് ആദാമ്യ വർഗത്തിന് കൊടുത്തു. ആ വീണ്ടെടുപ്പിനകത്ത് എന്നെ കൂടി ഉൾപ്പെടുത്തി, നമ്മളെ ഓരോരുത്തരും ഉൾപ്പെടുത്തി. അവന്റെ സ്നേഹത്തിനാ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവങ്ങളെ, അപ്പോൾ ഏറ്റവും നല്ലത് മുൻകരുതിയതാ. ലോകസ്ഥാപനത്തിന് മുമ്പേ മുൻകരുതിയതാ. ആമേൻ, സ്തോത്രം. എന്നാൽ നാം ഇത് രക്ഷിക്കപ്പെട്ടപ്പോൾ, കർത്താവിന്റെ രക്ഷയെ സ്വീകരിച്ചപ്പോൾ, യേശുവിന്റെ ക്രൂശ് മരണത്തെ അംഗീകരിച്ചപ്പോൾ, അവിടെ ഒഴുക്കിയ രക്തത്തിൽ ആമേൻ നാം അഭയം ചൊല്ലിയപ്പോൾ ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തീർന്നപ്പോൾ നമുക്ക് ധൈര്യത്തോടെ പറയാം, ആമേൻ, ഏറ്റവും നല്ലത് എനിക്ക് ലഭിച്ചു. എനിക്കിനി നല്ലത് ഈ ഭൗതിക ലോകത്തൊന്നും എനിക്ക് ലഭിച്ചില്ലേലും ഏറ്റവും നല്ലത് എനിക്ക് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് കരം ഉയർത്തി സ്തോത്രം പറഞ്ഞാട്ടെ. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്, 12:24 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലേക്കത്രേ. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തം. ഇത് പഴയ നിയമ ഭക്തന്മാർക്ക് ഈ പുണ്യാഹ രക്തത്തിന്റെ ആനുകൂല്യം കിട്ടിയില്ല. ഭൂമിയിൽ ആദ്യമായി വീഴ്ത്തപ്പെട്ട രക്തം ഹാബേലിന്റെ രക്തം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷം ഭൂമിയിൽ ആദ്യമായി വീണ മനുഷ്യരക്തം ഹാബേലിന്റെ രക്തം. അതിനുശേഷം അനേക ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും പലതിന്റെ രക്തം വീണു. ദൈവം കൊടുത്ത വ്യവസ്ഥിതിയുടെ ഭാഗമായിക്കൊണ്ട് യാഗമായി അർപ്പിക്കപ്പെട്ട ആട്ടുകൊറ്റന്മാരും പശുക്കിടാങ്ങളുടെയും രക്തമൊക്കെ വീണെങ്കിലും അതൊന്നും സംസാരിക്കുന്നില്ല. എന്നാൽ തിരുവചനം പറയുന്നു, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം ഇപ്പോഴും സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശുവിന്റെ രക്തത്തെക്കുറിച്ച് പറയുമ്പോൾ
പൈശാചിക മണ്ഡലം വിറകൊള്ളുവാൻ തുടങ്ങും. കാരണം യേശുവിന്റെ രക്തം സംസാരിക്കുന്ന രക്തമാ. നിനക്ക് പ്രതികൂലമായി ദുഷ്ടപിശാച് കൊണ്ടുവരുന്ന പദ്ധതികളെ പൊളിച്ചു കളയുവാൻ യേശുവിന്റെ രക്തം സംസാരിക്കുന്ന രക്തമാ. യേശുവിന്റെ രക്തം സംസാരിക്കുന്ന രക്തമാ. ആർക്കു വേണ്ടി സംസാരിക്കുന്നു? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി സംസാരിക്കുന്നു. യേശുവിന്റെ രക്തം ഇന്ന് പകൽ പ്രസംഗിക്കുമ്പോഴും ആർക്കൊക്കെയോ വേണ്ടി സംസാരിക്കുന്നു. അവൻ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വീഴ്ത്തപ്പെട്ട രക്തം ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തെ ആമേൻ കണ്ടുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശുവിന്റെ രക്തത്തിൽ നീ സ്തോത്രം ചെയ്യുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ ഇന്ന് പകൽക്കാലം അടിഞ്ഞു മാറുകയാണ്. യേശുവിന്റെ രക്തത്തിൽ നീ സ്തോത്രം ചെയ്യുമ്പോൾ പൈശാചികൻ നിനക്കെതിരെ ആരോപിക്കുന്ന അവന്റെ ആരോപണങ്ങൾ നിർവീര്യമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്തിൽ നീ സ്തോത്രം ചെയ്യുമ്പോൾ ദൈവിക വിടുതലുകൾ നടക്കുകയാണ്. കാരണം ഈ രക്തം സംസാരിക്കുന്ന രക്തമാ. ഇന്നും സംസാരിക്കുന്ന രക്തമാ. അത് ചലിക്കുന്ന രക്തമാ. ആ രക്തത്തിന്റെ ചലനം ഇവിടെ നടക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ രക്തത്തിന്റെ ചലനം സഭയ്ക്കകത്ത് നടക്കട്ടെ. നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്നും മുൻകരുതിയിരുന്നു. ജീവിച്ചിരിക്കുമ്പോൾ ഈ രക്തത്തിൽ നിന്ന് ആശ്രയം വെക്കുവാൻ, ജീവിതത്തിന്റെ ഓരോ നിമിഷവും അവന്റെ രക്തത്തിൽ അഭയം ചൊല്ലുവാൻ ഒരു ഭാഗ്യകരമായ ഒരു അനുഭവമായത് കേട്ടോ. വേറെ ഒന്നുമില്ലെങ്കിലും, എല്ലാം ശൂന്യമാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, നമുക്ക് വേണ്ടി ചീന്തപ്പെട്ട ദൈവപുത്രന്റെ രക്തത്തിൽ ദിനം പ്രതി ആശ്രയിക്കുവാൻ, ആ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന കൃപാസനത്തിലേക്ക് ദിനം പ്രതി കയറി ചെല്ലുവാൻ നിനക്കൊരു തെരഞ്ഞെടുപ്പുണ്ടല്ലോ. നിനക്കൊരു ഭാഗ്യമുണ്ടല്ലോ. നീ ശ്രേഷ്ഠമേറിയവനാണ്. ദൈവപുത്രന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഇന്ന് പകലും ആ രക്തത്തിൽ അഭയം ചൊല്ലുവാൻ നിനക്ക് കഴിയുന്നുണ്ടെങ്കിൽ നീ ശ്രേഷ്ഠമേറിയവൻ തന്നെ. കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവമക്കളെ, നമുക്ക് എന്താണ് പ്രത്യേകത പഴയ നിയമത്തിൽ ഉള്ളതിനെക്കാട്ടിലും? എബ്രായർ 2:10 പ്രൈസ് ദി ലോർഡ്, പഴയ നിയമ ഭക്തന്മാർക്ക് അത് കിട്ടിയില്ല. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ പിതാവായ ദൈവം എന്ത് ചെയ്തു? കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. അപ്പോൾ ഇത് പുതിയ നിയമ ഏറ്റവും നല്ലത് കിട്ടിയ ദൈവമക്കൾക്കുള്ള അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാ. കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ രക്ഷാനായകൻ. പഴയ നിയമ ഭക്തന്മാർക്ക് ഇതുണ്ടായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. എനിക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ ഒരു രക്ഷാനായകൻ എനിക്കുണ്ട്. അവൻ ആരാണ്? അവൻ സകലത്തിനും ലാക്കും കാരണഭൂതനുമായവൻ. എന്റെ ഈ താഴ്ചയുള്ള ശരീരം മാറ്റി എനിക്ക് വേണ്ടി തേജസ്സുള്ള ഒരു ശരീരം ഒരുക്കാൻ എന്നെ തെരഞ്ഞെടുത്തവൻ. എനിക്ക് അവനെ ആശ്രയിക്കാം. കാരണം അവൻ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാണ്. അതുകൊണ്ട് താൻ തന്നെ പരീക്ഷീണിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് അവൻ സഹായിപ്പാൻ കഴിവുള്ളവനാകുന്നു. പഴയ നിയമത്തിൽ വിശ്വാസ വീരന്മാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? അവർക്ക് വേണ്ടി കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനായ ഒരു രക്ഷാനായകൻ ഉണ്ടായിരുന്നോ? പരീക്ഷീണിതനായി കഷ്ടം അനുഭവിച്ച ഒരു രക്ഷാനായകൻ അവർക്കുണ്ടായിരുന്നോ? എന്നാൽ ഇവിടെ നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നു. എബ്രായർ 2:18, താൻ തന്നെ പരീക്ഷീണിതനായി കഷ്ടം അനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഏതെങ്കിലും ഭക്തന്മാർക്ക് ഇപ്രകാരം ഒരാളെ കിട്ടിയിട്ടുണ്ടോ? പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ള ഒരു രക്ഷാനായകൻ പഴയ നിയമത്തിലില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കത് കിട്ടി. നമുക്ക് ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. ഏറ്റവും നല്ലത് മുൻകരുതിയപ്പോൾ അതിനോടുകൂടി ഇഹലോക ജീവിതത്തിൽ ജയത്തോടെ ജീവിപ്പാൻ, ആമേൻ, ക്രിസ്താനുരൂപരായി തീരുവാൻ,
തേജസ്സിലേക്ക് നടത്തപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് വേണ്ടിയുള്ള ദൈവിക വാഗ്ദത്ത വചനങ്ങളും ആ വചനങ്ങൾ മുഖേന നമുക്ക് അനുഭവമാകുന്ന ആത്മിക അനുഭവങ്ങളെയും എല്ലാം ഓർത്ത് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. പ്രൈസ് ദി ലോർഡ്. എബ്രായർ 4:14 പറയും, നമുക്ക് ഒരു മഹാപുരോഹിതൻ ഉണ്ട്, അല്ലേ? അതൊന്ന് വായിച്ചാട്ടെ. എബ്രായർ 4:14. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊള്ളു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ഇതുണ്ടോ? ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ. പഴയ നിയമത്തിൽ മഹാപുരോഹിതന്മാരുണ്ട്. ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കണം, എന്നിട്ട് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കണം. താനും ബലഹീനനാണ്. ആദ്യം സ്വന്തം പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കണം, എന്നിട്ട് ജനത്തിന്റെ പാപത്തിന് വേണ്ടി യാഗമർപ്പിക്കണം. താനും ബലഹീനത പൂണ്ടവനാ. മരണം പോലെ തന്റെ പൗരോഹിത്യം നീങ്ങിപ്പോകുക. എന്നാൽ നമുക്കൊരു മഹാപുരോഹിതനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഈ മഹാപുരോഹിതന്റെ പ്രത്യേകത എന്തുവാ? അവൻ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. നമ്മുടെ മഹാപുരോഹിതൻ ഒരിക്കലായി എന്നേക്കുമായി ആമേൻ ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആ വീണ്ടെടുപ്പിന്റെ ഫലത്തിൽ ഇന്നും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അന്നത്തെ വീണ്ടെടുപ്പിന്റെ ശക്തി ഇന്നും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. അവൻ ഏകയാഗത്താൽ എന്നേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്കൊക്കെ മഹാപുരോഹിതൻ ഉണ്ടായിരുന്നു. ആണ്ടോടാണ്ട് യാഗം കർപ്പിക്കും. ആമേൻ, സ്തോത്രം. വീണ്ടും അടുത്ത വർഷവും വേറൊരു പുരോഹിതൻ അവനുണ്ടെങ്കിൽ ആൾ യാഗം അർപ്പിക്കും. എന്നാൽ ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ, ഏകയാഗത്താൽ എന്നേക്കും സൽഗുണപൂർത്തി വരുത്തിയ മഹാപുരോഹിതൻ. ആമേൻ, സ്തോത്രം. നമ്മളിനി ആട്ടുകൊറ്റന്മാരെയും പശുക്കിടാങ്ങളെയും ഒന്നും ആശ്രയിക്കണ്ട. നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ ഏകയാഗം എന്നേക്കും ആ യാഗത്തിന്റെ ആനുകൂല്യമുണ്ട്. എന്നേക്കുമുള്ള വീണ്ടെടുപ്പിന് ആ യാഗത്തിനകത്തൊഴുക്കിയ രക്തം സംസാരിക്കുന്നു. ആമേൻ. പഴയ നിയമ യാഗത്തിലൊക്കെ വീഴ്ത്തപ്പെട്ട ആട്ടുകൊറ്റന്റെ രക്തം, പശുക്കിടാങ്ങളുടെ രക്തം അവിടെ വീണപ്പോൾ തന്നെ അത് ചത്തുപോയി, അത് നിശ്ചലമായി. എന്നാൽ ഈ യാഗം ഉണ്ടല്ലോ, യേശുവിന്റെ ഏകയാഗത്തിൽ വീഴ്ത്തപ്പെട്ട രക്തം അത് ഇന്നും സംസാരിക്കുന്നതാ. അത് ഇന്നും സംസാരിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു യാഗത്തിന്റെ ആവശ്യമില്ലാത്തത്. യേശുവിന്റെ പരിശുദ്ധ രക്തം ഇന്നും സംസാരിക്കുന്നത് കൊണ്ടാണ് മറ്റൊരു യാഗത്തിന്റെ ആവശ്യമില്ല. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിനൊന്ന് മഹത്വം കൊടുത്താട്ടെ. എബ്രായർ 4:15 ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തു ചെല്ലുക. എബ്രായർ 4:15 വായിച്ചാട്ടെ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കും. താൻ ബലഹീനനായതുകൊണ്ടല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കുള്ള ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ലെന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിക്കും. അടുത്ത വാക്യം ഇങ്ങനെയാണ്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. ഇത് പഴയ നിയമ ഭക്തന്മാർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. തൽസമയത്തെ സഹായത്തിനുള്ള കൃപ, കരുണ, ഇത് ലഭിപ്പാൻ വേണ്ടി ഒരു കൃപാസനം തുറന്നു. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണ പുനരുത്ഥാനത്തിലൂടെ കൃപാസന തുറന്നു. ആ കൃപ ഇങ്ങനെ പകർന്നുകൊണ്ടിരിക്കുക. ആ കൃപാസനത്തിലേക്ക് ചെല്ലാനുള്ള യോഗ്യത
പഴയ നിയമത്തിൽ ആട്ടുകൊറ്റന്മാരുടെയൊക്കെ രക്തത്തിന്റെ പ്രമാണമായിരുന്നു. എന്നാൽ ആർക്കും കയറാൻ പറ്റിയില്ല. എന്നാൽ സ്വത്രം തന്റെ ദേഹം എന്ന തിരശീലയിൽ കൂടെ നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി യേശുവിന്റെ രക്തത്താൽ ആമേൻ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം നമുക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തമുള്ളത് കൊണ്ട് എനിക്ക് വേണ്ടി തുറക്കപ്പെട്ട കൃപാസനത്തിന്റെ മുമ്പിലോട്ട് ചെല്ലുവാൻ എനിക്ക് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്വത്രം പറഞ്ഞാട്ടെ. നമ്മുടെ ബലഹീനതകളിൽ അവന് സഹതാപം കാണിപ്പാൻ കഴിയും. ഞാൻ ദൈവമക്കളിൽ നിന്ന് ചോദിച്ചോട്ടെ, നമുക്ക് പല വ്യക്തികളോടും സഹതാപം തോന്നും. പക്ഷെ നമ്മൾ ഈ സഹതാപം കൊണ്ട് അവിടെ ഒതുക്കും. സഹായിപ്പാനായിട്ട് എത്ര പേർക്ക് കഴിയും? ചില ആളുകളുടെ ജീവിത പ്രാരാബ്ദങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ, അവരുടെ കഷ്ടതകൾ, അവരുടെ രോഗങ്ങൾ എന്ന് വേണ്ട അവരുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളൊക്കെ കാണുമ്പം ഒരുമാതിരിപ്പെട്ട മനസാക്ഷിയുള്ള എല്ലാവർക്കും എന്തുണ്ടാവും? സഹതാപം ഉണ്ടാവും, അല്ലേ? ഈ സഹതാപത്തിനപ്പുറം അതൊരു സഹായത്തിലേക്ക് കൊണ്ടുവരുവാൻ എത്ര പേർക്ക് കഴിയും? സഹതാപം എല്ലാവർക്കും ഉണ്ട്. ആ സഹതാപം ഏത് വിഷയത്തിലാണോ നിങ്ങൾക്ക് സഹതാപം തോന്നിയത്, ആ വിഷയത്തിൽ അവർക്ക് വിടുതൽ കിട്ടുവാൻ തക്കവണ്ണം ഒരു സഹായം ചെയ്യുവാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ഈ മഹാപുരോഹിതനുണ്ടല്ലോ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കും. സഹതാപം കൊണ്ട് അവൻ നിർത്തത്തില്ല. അവൻ എന്ത് ചെയ്യുന്നു? അടുത്ത വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ നമുക്ക് അവങ്കിൽ നിന്ന് സഹതാപം മാത്രമല്ല, കർത്താവിങ്കിൽ നിന്ന് സഹായവും ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് പുതിയ നിയമ ഭക്തന്മാരെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള വാഗ്ദത്ത വചനമാകയാൽ ഇന്ന് ഈ വചനത്തെ ഒന്ന് വിശ്വസിച്ചുകൊണ്ടെന്ന് പറഞ്ഞേ. എൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി എനിക്കൊരു കൃപ വേണം കർത്താവേ, എനിക്കൊരു കരുണ വേണം. ആമേൻ സ്തോത്രം. ഓരോ ഹൃദയങ്ങളിൽ നിന്നും ഒരു പ്രാർത്ഥന ഉയരട്ടെ. കർത്താവിനോട് പറ, എനിക്ക് കരുണ വേണം കർത്താവേ, ഞാൻ അവിടുത്തെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല, എനിക്ക് ആ കൃപാസനത്തിൽ നിന്നുള്ള കൃപ എൻ്റെ മേൽ പകരണം, എനിക്ക് കരുണ ലഭിക്കണം, എനിക്ക് സഹായം വേണം. ആമേൻ സ്തോത്രം. നമ്മോട് ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുമ്പോൾ, അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തൽസമയത്തെ സഹായം. നീ ഏത് സമയത്താണ് നിനക്കൊരു സഹായം വേണ്ടത്? മാനുഷിക കരങ്ങൾ താണുപോകും. ആമേൻ. ക്ഷീണമേക്കാത്തൊരു കരം നിനക്ക് സ്വർഗത്തിലുണ്ട്. അവൻ സഹതാപം മാത്രം കാണിക്കുന്നവനല്ല, അവൻ സഹായമേ കൂടിയാണ്. ആമേൻ. മാനുഷിക കരങ്ങൾ നിനക്ക് വേണ്ടി താണുപോയി. നീ മനുഷ്യരിൽ ആശ്രയിച്ചപ്പോൾ, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ആശ്രയിക്കാൻ കൊള്ളാകുന്നവനുണ്ട്. ആശ്രയം വെച്ച പല മനുഷ്യരും വിട്ടേച്ചു പോകുമ്പോൾ അവൻ സ്വത്രം സഹതാപം കാണിച്ച് മാറി നിൽക്കുന്നവനല്ല. നിനക്ക് വേണ്ടി സഹായത്തിന്റെ കരം അവൻ നിനക്ക് വേണ്ടി ചലിപ്പിക്കാൻ കാരണം നീ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് യേശുവിന്റെ രക്തത്തിൽ അഭയം ചൊല്ലിയ ദൈവത്തിന്റെ പൈതല. അതുകൊണ്ട് നിനക്ക് വേണ്ടിയുള്ള സഹായം വെളിപ്പെടും. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഇത് പുതിയ നിയമഭക്തന്മാർക്കുള്ള അനുഗ്രഹമാകട്ടോ. നിനക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതിയില്ലേ? ആ കരുതലിനകത്ത് ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്തെ സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോട് കൃപാസനത്തിന് അടുത്ത് ചെല്ലുക. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി പുതിയ നിയമ വിശ്വാസിക്കുള്ള മറ്റൊരു ആനുകൂല്യം, ഇത് പഴയ നിയമത്തിൽ ആർക്കും കിട്ടിയില്ല. എബ്രായർ 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാ ജീവിക്കുന്നവനാകയാൽ നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഇത് പഴയ നിയമത്തിലെ ഭക്തന്മാർക്കുണ്ടായിരുന്നോ? പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇവിടെ പുതിയ നിയമ വിശ്വാസി നമ്മളോട് ദൈവത്തിന്റെ വചനം പറയുന്നു, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ
യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു. യോഹന്നാൻ പറയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാനാ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത്. നിങ്ങൾ ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ സന്നിധിയിലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിന് പ്രായശ്ചിത്തമാകുന്നു. നമുക്കൊന്ന് സ്തോത്രം പറയാം. ഇത് പഴയ നിയമ ഭക്തന്മാർക്കുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ ഭൗമിക ലോകത്ത് നാം ജഡത്തിൽ വസിക്കുമ്പോൾ ആത്മാവ് താനും ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഈ ഭൂമിയിൽ നിന്നോട് കൂടെ ചേർന്നിരുന്ന് നിന്നെ ക്രിസ്തുവിന് അനുരൂപമാക്കി തീർക്കുവാൻ മുദ്രണം ചെയ്തിരിക്കുന്ന ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ നിനക്ക് വേണ്ടി നിന്നോട് കൂടെ ഇരുന്ന് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ തന്നെ പിതാവിന്റെ സന്നിധിയിൽ നിന്റെ പാപത്തെ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തന്റെ യാഗരക്തവുമായി പിതാവിന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന യേശു നിനക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. നീ എത്ര ശ്രേഷ്ഠമേറിയവനാണ്! പിതാവിന്റെ സന്നിധിയിൽ പുത്രൻ പക്ഷപാതം ചെയ്യുന്നു. ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവ് പക്ഷപാതം ചെയ്യുന്നു. നിനക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ദൈവം മുൻകരുതിയിരുന്നു. ഓ ശ്രേഷ്ഠമേറിയ അനുഭവമുള്ള ദൈവമക്കൾ, കരങ്ങൾ അടിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം കൊടുത്തേ. ഞാൻ ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ വ്യക്തമായ സാന്നിധ്യം ഈ ചർച്ചനകത്ത് ഇറങ്ങുകയാണ്. ആമേൻ. പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിച്ചു കളയുന്ന, ഹൃദയത്തിലെ നിരാശകളെ എടുത്തു മാറ്റി കളയുന്ന, നിങ്ങളുടെ ഭയത്തെ വേരോടെ പിഴുതു കളയുന്ന, നിരാശകളെ എടുത്തു മാറ്റുന്ന പരിശുദ്ധാത്മ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. ഇരുട്ടിന്റെ അധികാരികൾ ഗുഡ് ബൈ പറയുകയാണ്. നിനക്ക് വേണ്ടി ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ പവർ ഇവിടെ വ്യാപരിക്കുമ്പോൾ ഇരുട്ടിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. നിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ ആമേൻ സ്തോത്രം കലഹമുണ്ടാക്കിക്കൊണ്ട് സമാധാനം നഷ്ടപ്പെടുത്തുവാൻ വ്യാപരിക്കുന്ന പൈശാചിക വ്യാപാരം ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറുകയാണ്. നാം എത്ര ശ്രേഷ്ഠരാണ്! പഴയ നിയമ ഭക്തന്മാരെക്കാട്ടിലും പിന്നെയും കൊണ്ട് നമുക്ക് ശ്രേഷ്ഠ. നമുക്കൊരു ജീവന്റെ പുതുവഴി തുറന്നു, അല്ലേ? എബ്രായർ 10:19 നാം വായിക്കുന്നു, യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴി. പ്രൈസ് ദി ലോർഡ്. ജീവനുള്ള പുതുവഴി ഒന്ന് പറഞ്ഞാട്ടെ. ഈ വഴിക്ക് ജീവനുണ്ട് കേട്ടോ. ജീവനില്ലാത്തവൻ ഈ വഴിയിലോട്ട് കയറി നിന്നാൽ അവനിലേക്ക് ജീവൻ വ്യാപരിക്കും, ക്രിസ്തുവിന്റെ ജീവൻ വ്യാപരിക്കും. പ്രൈസ് ദി ലോർഡ്. ജീവനില്ലാത്ത ഒരുവൻ ഈ വഴിയിലേക്കൊന്ന് കയറി നിന്നാൽ അവരിലേക്കൊരു ജീവൻ വ്യാപരിക്കും. അത് ക്രിസ്തുവിന്റെ ജീവനാ വ്യാപരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതിന് നിന്നെ ഒരുക്കുന്നത് യേശുവിന്റെ രക്തമാണ് തൊട്ടാണ് പറയുന്നു. അവന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യം. ഇന്ന് അവിടെ ആർക്കൊക്കെ ധൈര്യം ക്ഷയിച്ചു പോയിരിക്കുന്നത്? ഹൃദയത്തിനകത്ത് ഞാൻ തള്ളപ്പെട്ടു പോയോ? എൻ്റെ ദൈവം എന്നെ ഇനി കൈക്കൊള്ളുമോ? ഞാൻ ഒത്തിരി തെറ്റിപ്പോയില്ലേ? ആമേൻ. എനിക്കിനി കയറി വരാൻ പറ്റുമോ? ആമേൻ എന്നൊക്കെ നിലകളിലുള്ള ചിന്തകൾ അകത്തിട്ടിട്ട് നിന്നെ നിരാശപ്പെടുത്തുന്ന വ്യാപാരമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമെന്ന് പറയുമ്പോൾ ആ ശക്തി നിന്നെ വിട്ടുമാറാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. കാരണം യേശുവിന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ദുഷ്ടന്റെ വാക്കുകളല്ല, ദുഷ്ടൻ നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്ന അവന്റെ ജൽപ്പനങ്ങളല്ല, കാൽവറി ക്രൂശിൽ തകർക്കപ്പെട്ട ദൈവപുത്രന്റെ രക്തത്തിന്റെ ശക്തിയാണ്. അന്യഭാഷയുള്ളവർ അന്യഭാഷയോടെ അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കുകയാണ്. നാവുകളുടെ പുതിയ ഭാഷ വെളിപ്പെടട്ടെ. ഒരു പുതിയ വഴി നിനക്ക് വേണ്ടി തുറന്നിരിക്കുന്നത് കൊണ്ട്, ഒരു പുതിയ ഭാഷ നിന്റെ മേൽ വെളിപ്പെടുകയാണ്. എബ്രായർ 12:3 വചനം പറയുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ
പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. പഴയ നിയമത്തിലെ ഭക്തന്മാർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അവർക്ക് ക്ഷീണവും മടുപ്പും വരുമ്പോൾ ആരെ ധ്യാനിക്കും? എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനക്കാരൻ പറയുന്ന അനുഭവങ്ങളുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ മാനുഷിക ദേഹത്തിൽ ഇരിക്കുന്ന നമുക്കുമുണ്ട്. എന്നാൽ നമുക്കൊരു പ്രത്യാശയ്ക്ക് വകയുണ്ട്. നമ്മുടെ ദൈവം തമ്പുരാൻ നമ്മോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ ധ്യാനിക്കുവാൻ പറ്റിയ ഒരാളെ സ്വർഗം നമുക്ക് തന്നിരിക്കുന്നു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ ഭാഗ്യമാർക്കുണ്ട്. ഏറ്റവും നല്ലത് എനിക്ക് വേണ്ടി ദൈവം മുൻകരുതിയതുകൊണ്ട്, ഏറ്റവും നല്ലത് എനിക്ക് വേണ്ടി ദൈവം മുൻകരുതിയതുകൊണ്ട് എനിക്ക് ആ ഭാഗ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ക്ഷീണമുണ്ടോ മടുപ്പുണ്ടോ? ഉണ്ടല്ലോ. ആർക്കാ ക്ഷീണമില്ലാത്തത്? ആർക്കാ മടുപ്പില്ലാത്തത്? മടുപ്പ് എത്രയോ പ്രാവശ്യം മടുത്തു പോയിരിക്കുന്നു, എത്രയോ പ്രാവശ്യം ക്ഷീണിച്ചു പോയിരിക്കുന്നത്. എന്നാൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. വചനത്തിന്റെ പിൻബലമുണ്ട്. പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി തന്നു. എന്ത് തന്നു? നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിക്കുക. എന്റെ ക്ഷീണം മാറുന്നു. ക്രൂശിങ്കലേക്ക് നോക്കുമ്പോൾ എന്റെ ക്ഷീണം മാറുന്നു. എന്റെ രക്ഷകരിലേക്ക് മാറുമ്പോൾ എന്റെ മടുപ്പ് മാറുന്നു. എന്റെ മടുപ്പ് മാറ്റുന്ന, എന്റെ ക്ഷീണം മാറ്റുന്ന ക്രൂശിന്റെ വചനത്തിനായി ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്, 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 പ്രൈസ് ദി ലോർഡ്. ദൈവങ്ങളെ, നമ്മൾ എത്ര ശ്രേഷ്ഠമേറിയവരെ. പഴയ നിയമത്തിൽ നിങ്ങൾ ഭൂമിയിൽ 2 അതിലധികം പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാൻ ഉണ്ട് എന്ന വാഗ്ദത്തം പഴയ നിയമത്തിലുണ്ടോ? ഇല്ല. നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതെന്ന് മുൻകരുതിയ കർത്താവ് പറയുന്ന, ഭൂമിയിൽ 2 അതിലധികം പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ പ്രസംഗിക്കുന്ന ആളുകൾ 2 പേരെ മീറ്റിങ്ങിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ആ 2 പേര് വേണമെങ്കിൽ വീട്ടിലോട്ട് വരാൻ പറയും. ഏറ്റവും വലിയ പ്രാസംഗികൻ, പ്രസംഗത്തിന്റെ ഉറവിടം, പ്രസംഗത്തിന്റെ വിഷയം, സ്വർഗത്തിന്റെ മുഴുവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ, അവൻ പറയുന്നു, 2 മിനിമം 2 പേർ എന്റെ നാമത്തിൽ കൂടിയ ഞാൻ വരാമെന്ന്. നമ്മളിൽ എത്ര പ്രാസംഗികർ അതിന് തയ്യാറാവും? ചിലര് പ്രസംഗത്തിന് വരുന്നതിന് മുമ്പേ ഇത്ര പേര് വേണമെന്ന് ഡിമാൻഡ് വെക്കും. നമ്മുടെ കർത്താവ്, നമ്മുടെ പ്രസംഗ വിഷയം അവനാ, നമ്മുടെ പ്രത്യാശ അവനാ, നമ്മുടെ സ്രോതസ് മൊത്തം അവനാ. അവൻ പറയുന്നു, 2 അതിലധികം പേർ, 2 മിനിമം കൂടിയാൽ ഞാൻ വന്നോളാം. പ്രൈസ് ദി ലോർഡ്. ഈ ഒരു വാഗ്ദത്തം നമുക്ക് പുതിയ നിയമവിശ്വാസികൾക്കുള്ളതല്ലേ? പ്രൈസ് ദി ലോർഡ്. സ്തോത്രം പറഞ്ഞാട്ടെ. ഇത് പുതിയ നിയമവിശ്വാസികൾക്കുള്ളത്. ഏറ്റവും നല്ലത് മുൻകരുതിയവൻ. അതിനോടുകൂടെ ചില വാഗ്ദത്തങ്ങൾ ഈ ഭൂമിയിൽ ജയത്തോടെ ജീവിപ്പാൻ പുതിയ നിയമവിശ്വാസ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ചില വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. നല്ല കർത്താവിനെ കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. മറ്റൊരു വാഗ്ദത്തം, നിങ്ങൾ ഭൂമിയിൽ 2 പേർ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ ഒരുമനപ്പെട്ടാൽ. പഴയ നിയമത്തിലില്ല. നമ്മോട് പറഞ്ഞിരിക്കുക, നിങ്ങൾ 2 പേർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരുമനപ്പെട്ടാൽ അത് തരും. പ്രൈസ് ദി ലോർഡ്. എത്ര ശ്രേഷ്ഠമേറിയ വാഗ്ദത്തങ്ങളാ. ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടിയുള്ള കർത്താവിന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടിയായി, കാന്തയായി, ആമേൻ സ്തോത്രം, യേശുവാവുന്ന ആത്മമണവാളനോടുകൂടെ ആമേൻ സ്തോത്രം ചേർക്കപ്പെടുവാനുള്ള ആ ദൈവിക തെരഞ്ഞെടുപ്പായിരിക്കുമ്പോൾ തന്നെ, ഈ ഭൂമിയിൽ കാൽച്ചവിട്ടി നിൽക്കുമ്പോൾ നമുക്ക് തന്നെ, രക്ഷിക്കപ്പെട്ട നമുക്ക് തന്നെ, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമുക്ക് തന്നെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളാണ് ലേഖനത്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്ന് ഞാൻ ഉദ്ധരിക്കുവാൻ വന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അനാഥരല്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്നുമില്ലല്ലോ. അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തിന്റെ തെളിവാണ് നമ്മുടെ രക്ഷ. നമ്മുടെ വീടോ, നമ്മുടെ കാറോ, നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾ നല്ല നിലയിലായതോ ഒന്നുമല്ലെന്നേ അവൻ സ്നേഹിക്കുന്നതിന്റെ തെളിവ്. ചിലർ ഇതിനെ പൊക്കിപ്പിടിക്കാറുണ്ട്. ഇതില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? ഈ ഭൂമിയിൽ ഉയർന്നു നടക്കുന്നവർ, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, ലോകത്തിന്റെ അതൊന്നും ഓർക്കില്ല. അവര് പറയും, എന്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. നിനക്ക് കിട്ടിയ സമ്പത്തല്ല,
നിനക്ക് കിട്ടിയ ഭൗതിക നന്മകളല്ല, അവൻ നിന്നെ സ്നേഹിക്കുന്നതിന്റെ തെളിവ്. നിന്റെ അകത്ത് തന്നിരിക്കുന്ന രക്ഷയുടെ ഉറപ്പുണ്ടല്ലോ, നിത്യതയുടെ പ്രത്യാശ ഉണ്ടല്ലോ, കാൽവറി രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണെന്നുള്ള ഉറപ്പുണ്ടല്ലോ, അതാണ് അവൻ നിന്നെ സ്നേഹിക്കുന്നതിന്റെ തെളിവ്. Praise the Lord. കലകൾ ഉയർത്തി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അല്പസമയം ദൈവത്തിന് മഹത്വം കൊടുത്തേ. എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഇതിനകത്തുണ്ട്. അവൻ രോഗികളെ സൗഖ്യമാക്കുന്നു, ബദ്ധന്മാരെ വിടുവിക്കുന്നു. പരിശുദ്ധാത്മ സാന്നിധ്യം ഇറങ്ങുമ്പോൾ ആമേൻ സ്തോത്ര, പാപത്തിന്റെ ചിന്തകൾ വിട്ടുമാറുന്നു. സ്വർഗീയമായതിനെ കാണുവാൻ അകക്കണ്ണ് തുറക്കട്ടെ. സ്വർഗീയമായതിനെ കാണുവാൻ, യേശു നമ്മെ സ്നേഹിച്ച സ്നേഹത്തെ മനസ്സിലാക്കുവാൻ നമ്മുടെ ഹൃദയം പ്രകാശിക്കട്ടെ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. ദൈവമക്കളേ, ഇന്ന് നമ്മുടെ കർത്താവ് നമുക്കൊരുക്കിയ ദിവസം. Praise the Lord. വചനത്താൽ നാം ബലപ്പെടുകയാണ്, ആത്മാവിനാൽ നാം ശക്തിപ്പെടുകയാണ്, ദൈവികമായതിനെ നാം ദർശിക്കുകയാണ്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് മുൻകരുതി, ഏറ്റവും വിലയേറിയ രക്തം കൊണ്ട്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അന്ധകാരത്തിൽ നിന്നും അവന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നാം ഓരോരുത്തരും തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. പഴയ നിയമത്തിൽ ഒരാൾ മാത്രമേ പുരോഹിതനുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരാൾ മാത്രമേ പുരോഹിതനുള്ളൂ, മഹാപുരോഹിതൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയുന്നു, നീ ആമേൻ സ്തോത്രം പുരോഹിതനാണ്. പഴയ നിയമത്തിൽ രാജാവ് ഒരുത്തൻ മാത്രമേ ഉള്ളൂ. ആമേൻ പ്രൈസ് ദി ലോർഡ്. എന്നാൽ നിന്നെ നോക്കി പുതിയ നിയമ ആമേൻ സ്തോത്രം വിശ്വാസി നിന്നെ നോക്കി വചനം വിളിച്ചു പറയുന്നു, നീ രാജകീയ പുരോഹിതനാണ്. പ്രൈസ് ദി ലോർഡ്. നീ രാജകീയ പുരോഹിതനാണ്. പഴയ നിയമത്തിൽ ഒരു പുരോഹിതനേ ഉള്ളൂ, ഒരു മഹാപുരോഹിതനും ഒരു രാജാവുമേ ഉള്ളൂ. പുതിയ നിയമ വിശ്വാസി നിന്നെ നോക്കി തിരുവെടുത്ത് വിളിച്ചു പറയുന്നു, നീ രാജകീയ പുരോഹിതനാണ്. നിനക്ക് കിട്ടിയ ശ്രേഷ്ഠമേറിയ തെരഞ്ഞെടുപ്പിനായി, നിന്റെ മേലുള്ള ദൈവിക പദ്ധതികൾക്കായി, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുവിന്റെ രക്തത്തിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പരിശുദ്ധാത്മാവ് ചലിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ വിശുദ്ധ സഭായോഗത്തിങ്കൽ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന വചനത്തോടുകൂടെ പരിശുദ്ധാത്മാവ് ചലിച്ചു തുടങ്ങട്ടെ.